ജി ജെ മോഗ്ലിയുടെ മറ്റൊരു പുതിയ ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്യാർ ഡാമിൻ്റെ റിസർവയറിൽ മറ്റേ വെള്ളം കെട്ടി നിർത്തിക്കുന്ന ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലില്ലാത്ത ഈ കാണുന്ന ഇത്രയും ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ വേനലായതുകൊണ്ട് വെള്ളം കുറേയൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്. വെള്ളം വറ്റി ഏകദേശം 1, 2, 3, 4 ഏകദേശം ഒരു 3-4 മീറ്റർ വെള്ളം അകത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അല്ല, ഇറങ്ങിപ്പോയ ഭാഗത്തായിട്ട് ഈ കാണുന്ന സംഭവം കാണുന്നുണ്ടോ? ഇത് കണ്ടോ, നമ്മുടെ നത്തക്ക എന്ന് പറയും. തിരുവനന്തപുരത്ത് നത്തക്ക എന്ന് പറയും, മറ്റ് സ്ഥലങ്ങളിൽ ഞവണിക്ക. ഈ കാണുന്ന സംഭവം ചത്തുപോയിട്ട് ഇതിൻ്റെ തോട് മാത്രം ഇതിൻ്റെ കരകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതായത് കുറേ നോക്കി പറക്കിയൊക്കെ കിടക്കണം, പക്ഷേ ഇതിൻ്റെ തോട് മാത്രം കിടപ്പുണ്ട്. ചത്തുപോയതാണ്, വെള്ളം വറ്റിയതിൻ്റെ ഭാഗമായിട്ട് ചത്തുപോയാണെന്ന് തോന്നുന്നു. മനസ്സിലായി? പോലീസും ഉണ്ട്, ഫോറസ്റ്റും ഉണ്ട്. ആരെങ്കിലുമൊക്കെ തൂക്കിക്കൊണ്ട് പോകും, കുഴപ്പമില്ല. നമ്മൾ ഇത് പറക്കി എടുത്തിട്ട് നമ്മളിതിലൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? ബാ, ഈ കാണുന്ന പോലെ മണ്ണിൽ കണ്ട ഇതുകൊണ്ട് അപ്പുറത്ത് കാണിച്ചു കണ്ടാ നടക്കുന്നു, ദാണ്ടെണ്ണം കിടക്കുന്നു. നടക്കുന്നു. അപ്പോൾ കുറേ പേര് പറയും നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം വന്ന് നുള്ളി പറക്കിയെടുത്ത് വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായില്ലേ? 10 മീറ്റർ ദൂരം നോക്കിയപ്പോൾ നമുക്ക് ഇത്രയാസം ഒരു 10 കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിത് കുറേ ഒന്ന് തപ്പി പറക്കി എടുത്തിട്ട് ബാക്കി കാണിച്ചാൽ. മനസ്സിലായില്ലേ? നല്ല വെയിലാണ്, നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമല്ല. ഭയങ്കരമായിട്ട് ചൂടാണ്, ഭയങ്കര ആവി, നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ 2 മണി സമയം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചൂടുണ്ടോ? കൂടുതലും കേട് വന്ന് പോയി. അതായത് കുറേ കാലമായെന്ന് തോന്നി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. മുതല കുഞ്ഞുങ്ങൾ വേണോ? ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പിടിച്ചു കൊടുക്കും ഇവിടെ നിന്ന്, നെയ്യാർ ഡാമിൽ നിന്ന്. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ചുമ്മാ വാ. മുതല കുഞ്ഞുങ്ങളൊന്നും ഇല്ല കേട്ടോ, വലിയ മുതലുണ്ട്, ഡാമിനകത്ത് മുതലുണ്ട്. കുറേ ദൂരം കറങ്ങിയിട്ട് നമുക്ക് ഇത്ര കിട്ടിയുള്ളൂ കേട്ടോ, കുറച്ചേ കിട്ടും. മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര കെയറിങ്. മനസ്സിലല്ലേ? അവിടെ ഒരു അമ്മനെ കണ്ട്, ഇവിടെ ഒരു മാമനെ കണ്ട്, മാമനൊക്കെ മക്കളെ വെള്ളത്തിൽ വീഴല്ലേ, തട്ടിത്തെറിച്ച് വീണ് കഴിഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കെയറിങ്. ആ കാണുന്നൊരു ഭാഗമുണ്ട്, ആ പോത്ത് നിൽക്കുന്നുണ്ട്, കാണാമോ? ആ പോത്ത് നിൽക്കുന്ന ഭാഗത്ത് കഴിഞ്ഞ ഒരു ബൈക്ക് താഴെ വന്നു വീണു. ആളടക്കം അവിടെ റോഡുണ്ട്, റോഡിൽ നിന്ന് ബൈക്കും ഉൾപ്പെടെ ആളിങ്ങി വെള്ളത്തിൽ വന്നു വീണു. ഡാമിൻ്റെ റിസർവോയറിൽ വന്നു വീണു. അതല്ല മെനഞ്ഞാൽ ഒരു കാറിൽ, ഒരു സ്വിഫ്റ്റ് കാർ പാഞ്ഞു വന്നിട്ട് കറങ്ങി സ്ലിപ്പായിട്ട് എന്തോ ഭാഗത്ത് അങ്ങനെ ബ്രേക്ക് ചവിട്ടി, അതുകൊണ്ട് ഇങ്ങനെ വന്നില്ല. ആൾ പുള്ളിക്കാരൻ പേടിച്ച് കുറച്ച് അവിടെ നിന്ന് നിർത്തിയൊക്കെ ഇട്ടിട്ട് വണ്ടിയുടെ തന്നെ വീട്ടിൽ പോയി. പോത്തെ പേടിച്ചു പോയി പാവം. ഇവനാണ് കണ്ണൻ, അവൻ്റെ കണ്ണ് കണ്ടറിയണ്ടേ, അവനാണ് കണ്ണൻ. പോത്തക്കുട്ട, ഓട്ടക്കുട്ട. അപ്പുറത്ത് പോത്തക്കുട്ടനുണ്ടെങ്കിൽ ഇപ്പുറത്ത് പശുക്കുട്ടനുണ്ട്. കന്നുക്കുട്ട ഇതൊക്കെ നത്ത കിടക്കുന്നു കണ്ട. കൊച്ചു കള്ള ചവിട്ടി പിടിച്ചോണ്ട് നിൽക്കായിരുന്നല്ലേ. വേണ്ട, കാളയുടെ എല്ല്. ഇനി വല്ല ചീങ്കണ്ണിയും പിടിച്ച മുതല പിടിച്ച വല്ല കാട്ടുപോത്ത് വേണമെന്ന് പറഞ്ഞൂടെ. എനിക്ക് തോന്നുന്നു ആരോ കൊണ്ട് കളഞ്ഞ വേസ്റ്റിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. കിടിലൊരു എല്ല് അവിടെ കിടക്കട്ടെ. എന്താന്നേ? ഓ നത്ത പറക്കി തളരുമ്പം കഴിക്കാൻ വേണ്ടി ചിഞ്ചുവില്ലേ 2 പപ്സ് വാങ്ങിച്ച്. എനിക്കൊന്ന് അവക്കൊന്നായിട്ട് 2 പപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പപ്സും പച്ചവെള്ളവും ഇറങ്ങില്ല. ഉള്ളതിൽ കൂടുതലും ഡാമേജ്. കള്ള ലക്ഷണം ഫീൽ ചെയ്യുന്നുണ്ടോ? ജന്മന ഉള്ളത് സത്യങ്ങൾ ഇങ്ങനെ പറയാതെ. 2 പപ്സിന് 40 രൂപ. പണ്ട് എൻ്റെ ചെറിയ ഞാൻ 3 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ്. 2.5 3 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനമാണ് ഒരെണ്ണത്തിന്. 20 രൂപയായി. അതിൻ്റെ ഒക്കെ ഒരു പോക്കേ. പക്ഷെ കൊള്ളാല്ലേ?
നല്ല ടേസ്റ്റ് ഉണ്ട്. വെള്ളം ഏകദേശം ഒരു 10-50 എണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടിയതിൽ ഒരു 30 എണ്ണം എനിക്ക് വന്ന് കേടായതാണ്. കണ്ടോ ഈ കാണുന്ന പോലെ പൊട്ടിയും പൊളിയും എല്ലാം. കിട്ടിയതും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാം. ഇല്ലൊരു പ്രശ്നമുള്ളതെന്നറിയാമോ? അതിനെ കെട്ടിയിട്ടില്ല. കെട്ടിയില്ലേ? ഇല്ല. എങ്ങനെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നിന്ന് കൊണ്ടാ മതി. ഓടാൻ വഴിയില്ല, വെള്ളത്തിൽ ചാടാനായിട്ടില്ല. അതിനാണെങ്കിൽ നീന്താറിയാം. നിനക്ക് നീന്തറിയാമോ? ഇല്ല, ഞാൻ പഠിച്ചു. ഇല്ലെന്ന് എടാ, ഞാൻ നീന്തൽ പഠിച്ചടാ. ഞാൻ നീന്തി പോരൂടാ പട്ടി. വീട്ടിൽ പോകാം. വാ, ചിഞ്ചു തൊണ്ട പുറകെ നിന്ന് കവറിനകത്ത് നത്തക്കയും പിടിച്ചോണ്ട് വരാം. നത്തക്ക ആദ്യം എത്തുമെന്ന് നോക്കട്ടെ. ഡാമിനകത്ത് വന്ന് മനസ്സിലായില്ലേ? അതായത് വീട്ടിലുണ്ടാക്കിയ ഡാമില്ലേ, പൊളിഞ്ഞു പോയ ആ ഡാമിനകത്ത് വന്ന് നമുക്ക് ഈ കാണുന്ന പോലെ ഇത്രയും നത്തക്കയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തയുടെ തോടുകൾ വെച്ചിട്ട് നമ്മൾ മറ്റൊരു നത്ത ഉണ്ടാക്കാൻ വേണ്ടി പോകണം. മനസ്സിലായില്ലേ? ഇതുപോലെ എങ്ങനെയെങ്കിലും വെച്ചിട്ടേ ഒരേപോലെ ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ ഓക്കെ. നമ്മൾ ഉണ്ടാക്കി വന്ന് പകുതി ആവാറായ സമയത്ത് നമ്മുടെ ഐഡിയയിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്ന്. അതായത് ഇത് കാണാൻ വേണ്ടി നമ്മുടെ ബുദ്ധൻ്റെ തലയിൽ ആ കിരീടം പോലെ ഇല്ലേ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഐഡിയ തോന്നിയിട്ട് ഈ കാണുന്ന സാധനം നമ്മൾ ബുദ്ധൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധൻ്റെ തലയിൽ ഏകദേശം 108ഓളം ഈ ഒച്ചുകളില്ലേ, ഒച്ചുകൾ തലയിൽ കയറി ഇങ്ങനെ വട്ടം ഇരുന്നതാണ് ആ പുള്ളിയുടെ തലയിൽ കാണുന്നുണ്ട് ചുരുണ്ടിരിക്കുന്ന ആ ഒരു സാധനം. മറ്റേ ബോധിമരച്ചോട്ടിലില്ലേ, ആൽമരം പോലത്തെ സാധനമാണ് ഈ ബോധിമരം. അതിൻ്റെ ചോട്ടിൽ പോയിട്ട് ധ്യാനിക്കായിരുന്നു. മനസ്സിലായില്ലേ? എല്ലാ സുഖലോലുപ ജീവിതങ്ങളും വിട്ടുകഴിഞ്ഞിട്ട് ബുദ്ധൻ മറ്റേ ബോധിമരച്ചോട്ടിൽ ധ്യാനിക്കായിരുന്ന സമയത്ത് എന്ത് ചെയ്ത്, മരത്തിൻ്റെ ചോട്ടിലാണെങ്കിലും കട്ട വെയിൽ. മനസ്സിലായില്ലേ? വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേനൽ സമയമായിരുന്നു. അതായത് ഈ കാണുന്ന പോലെ കരിയിലുണ്ട ഈ കാണുന്ന ഒരു സമയത്താണ് ബുദ്ധൻ ബോധിമരച്ചോട്ടിൽ ധ്യാനിക്കാൻ വേണ്ടിയിരുന്നത്. ധ്യാനിക്കായിരുന്ന സമയത്ത് ബുദ്ധൻ്റെ ധ്യാനത്തിൽ കളങ്കം വരുത്താൻ വേണ്ടി സൂര്യരശ്മികൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഉച്ചിയിൽ സൂര്യരശ്മികൾ അതിഭയങ്കരമായ കഠിനമായ രീതിയിൽ പതുക്കിക്കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധൻ വേർക്കാൻ തുടങ്ങി. ഇങ്ങനെ രണ്ട് സൈഡ് കൂടെ ബുദ്ധൻ വേർക്കാൻ തുടങ്ങി. ആ സമയത്ത് തൊട്ടടുത്ത് കൂടി നടന്നു പോയിക്കൊണ്ടിരുന്ന ഒച്ചുകൾ ബുദ്ധൻ്റെ തലയിൽ സൂര്യകിരണങ്ങൾ അടിക്കുന്നതും ബുദ്ധൻ വേർക്കുന്നതും കാണാനിടയായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒച്ചുകൾ കരുതി ബുദ്ധൻ തൻ്റെ ചിന്താഗതി വിട്ടിട്ട് സൂര്യൻ്റെ ചൂടേറ്റിട്ട് ധ്യാനത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു പല ചിന്തകളും മനസ്സിൽ വന്ന് ധ്യാനം മുടങ്ങിയാലോ എന്ന് കരുതിയിട്ട് ഒച്ചുകൾ എന്ത് ചെയ്ത് ബുദ്ധൻ്റെ കാലിൽ കൂടെ കയറി ഒരൊച്ച് തലയിൽ കയറി ഒരു സ്ഥലത്ത് ഇങ്ങനെ പതിഞ്ഞിരുന്ന് ആ ഒച്ചിൻ്റെ ആ ഒരു തണുത്ത ഭാഗമില്ല എൻ്റെ ആ ചത വന്നിട്ട് ബുദ്ധൻ്റെ മിനുസമായ പ്രതലങ്ങളെ തണുപ്പിച്ചുകൊണ്ട് ആ ഒച്ച എന്ത് ചെയ്ത് പതിഞ്ഞിരുന്ന് ഇങ്ങനെ ബുദ്ധനെ തണുപ്പിക്കാൻ വേണ്ടി പതിഞ്ഞിരുന്ന്. ഇത് കണ്ട ബാക്കിയുള്ള ഒച്ചുകൾ എന്ത് ചെയ്ത് ബാക്കി 107 ഒച്ചുകളും ആ ഒച്ചിൻ്റെ പാത പിന്തുടർന്ന് ബുദ്ധൻ്റെ തലയിൽ കയറി ഒരു ഇങ്ങനെ കിരീടം പോലെ ഇങ്ങനെ ആവരണം പോലെ തല മൊത്തം ഇങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയേ ഇങ്ങനെ പിടിച്ചിരുന്ന് കുറയ്ക്കണ്ടേ ബുദ്ധൻ്റെ തല മൊത്തം ഇങ്ങനെ കറങ്ങി റൗണ്ട് അടിച്ചിരുന്ന്. അപ്പം ഇതിനെയാണ് പിൽക്കാലത്ത് നമ്മൾ പടങ്ങളിലൊക്കെ കാണുന്ന സമയത്ത് ബുദ്ധൻ്റെ തലയിലെ കിരീടം പോലെയും ബുദ്ധൻ്റെ തലയിലെ തൊപ്പി പോലെയൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ആ കാണുന്ന അത്രയും ഒച്ചുകൾ എന്ത് ചെയ്തു ബുദ്ധന് വേണ്ടിയിട്ട് വീരമൃത്യു മരിച്ചു. അതായത് എല്ലാം ചത്തു, അവിടെ നിന്നിട്ട് എല്ലാം ചത്തുപോയി. വൈകുന്നേരം ആയപ്പോൾ ബുദ്ധൻ കണ്ണു തുറന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം ബുദ്ധൻ കണ്ടത്. എന്തോന്ന്, ഇത്രയും 108 ഒച്ചുകൾ ചത്ത് ബുദ്ധൻ്റെ തലയിലിരിക്കുന്നത്. അതിനെ പിൽക്കാലത്തും വരുന്ന കാലത്തും ബുദ്ധൻ്റെ അനുയായികളും ബുദ്ധമത ചിന്തകരും ബുദ്ധനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരും പിൽക്കാലത്ത് അതിനെ ബുദ്ധൻ്റെ ഒരു ഏതായിട്ട് കണ്ടു. ഈ കാണുന്ന സംഭവം നമ്മൾ ആ രീതിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോണ്. നമുക്ക് ഇപ്രാവശ്യം ഒച്ചിനെ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ നത്തയ്ക്ക വെച്ചിട്ട് നത്തച്ചിയെ പറക്കി കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന പോലെ ബുദ്ധൻ്റെ മുടിയാക്കി നമുക്ക് മാറ്റാം. മനസ്സിലായില്ലേ? എടാ ഇത് വല്ല ബുദ്ധനറിയാം. പാവം ബുദ്ധൻ ഈ കഥ കേട്ടാ ബുദ്ധൻ ചിരിച്ചിരിച്ച് ചാവും. അയ്യോ, കേരളത്തിൽ ബുദ്ധമതക്കാരുണ്ടാ? കാണും. കേരളത്തിൽ ബുദ്ധന് ഫാൻസേ ഉള്ളു. യശോദരയോ
മായയോ മഹാമായോ ആരോ ഇങ്ങനെ വയറ്റിൽ നിന്ന് ആനയെ പോലെ വെള്ളാനയെ പോലെ പുറത്ത് ചാടി അങ്ങനെയൊക്കെയാണ് ബുദ്ധൻ വന്നതെന്നൊക്കെ കൈന്നിട്ടൊക്കെ എഴുതി വെച്ചു, മനസ്സിലായില്ലേ? അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ജയിച്ചു, ഞാനും ജയിച്ചു, ബാക്കി എല്ലാവരും ജയിച്ചു. പക്ഷേ ഞാൻ ജയിച്ചപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി. സാരമില്ല, ഇന്ത്യൻ ആർട്ട് ഓഫ് ഹിസ്റ്ററി നമുക്ക് ബാക്കി ഒട്ടിച്ചിട്ട് പിന്നെ കാണിച്ചാൽ മനസ്സിലായില്ലേ? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ആർട്ട്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ആർട്ടാ. നമുക്ക് ഉഷ്ണേഷം ഉണ്ടാക്കാം. കളിക്കാൻ വിളിച്ചു അതിനിടയ്ക്ക് പാങ്കാവിൽ കളിക്കാൻ വിളിച്ചു. പാങ്കാവിലല്ല, നെല്ലിക്കുന്നിൽ ഒരു കിടിലൻ ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട്. കളിക്കാൻ വിളിച്ചു, അങ്ങോട്ട് പോകണം. ബാക്കി നമുക്ക് നാളെ ഉണ്ടാക്കാം. ഈ ഒരു സംഭവം ഇതാണ് ഉഷ്ടിഷ്ട, ഒരു കുടുംബമില്ലേ, അതാണ് ഉഷ്ടിഷ്ട. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധൻ്റെ തലയിലുള്ള, എൻ്റെ തലയിലതുണ്ട്, ബുദ്ധൻ്റെ തലയിലുള്ളത്. എൻ്റെ തലയിൽ ഒച്ച കയറിയില്ല, അതാണ് നമ്മൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബുദ്ധൻ്റെ തലയിലുള്ള ആ ഒരു സംഭവം എൻലൈറ്റ്മെൻറ്റ് എന്നൊരു സാധനം ഇല്ലേ, അതായത് ജ്ഞാനോദയ ചിന്തകൾ വർദ്ധിക്കാനും അതിന്റെ പ്രതീകം. കഴുകാതെ പശ വെച്ചിട്ട് പരസ്പരം ഒട്ടിച്ചെടുക്കുന്നു. അതപ്പോൾ കറക്റ്റ് പിടിച്ചിരിക്കും. നല്ല രീതിയിൽ പശ വെച്ച് ഒട്ടിച്ച് ഒരു കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധൻ്റെ ആ ഒരു കറക്റ്റ് കിരീടമില്ലേ, ആ കിരീടം ഉഷ്ണിഷയും സംഭവങ്ങളെല്ലാം വെച്ച് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കിരീടം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ പ്രതിമയുടെ ആ ഒരു സംഭവത്തിൻ്റെ മുകളിൽ ഇനി മറ്റേ ഓയിൽ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഇരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ട്വിസ്റ്റ് നടന്നു. ആ സംഭവം നമ്മൾ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്, നിങ്ങളെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നതിനോട് ഏകദേശം ഒരു 5-6 ദിവസം നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്, മനസ്സിലല്ലേ? ഡാമിൽ പോയി ഇത് പറക്കുന്നു, അത് പറക്കുന്നു, ഒട്ടിച്ചിട്ടിരിക്കുന്നില്ല, വീണ്ടും പറക്കി വയ്ക്കുന്നു. അങ്ങനെയൊക്കെ ഒരു 4-5 ദിവസം 5-6 ദിവസം ഇതിൻ്റെ പുറകെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാരും തള്ളക്കി വിളിക്കരുത്, ഇനി വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ പോയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത്, മനസ്സിലായില്ലേ? ഇതായിരുന്നു ബുദ്ധൻ്റെ ഉഷ്ണിഷ, അതായത് കിരീടത്തിൻ്റെ മുകളിൽ വരുന്ന ഉഷ്ണിഷില്ലേ, അത് ഇതായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന കവറിനകത്ത് നമ്മൾ ആ കിരീടം ഉണ്ടാക്കിയിട്ട് ഈ കവറിനകത്ത് വെച്ചിട്ട് ചിഞ്ചു വീട്ടിൻ്റെ വാതിലിൽ വെച്ചിട്ട് അകത്തോട്ട് കയറിപ്പോയി. ഇപ്പോൾ വീട്ടിലെ ടൈലിൻ്റെ കളറും ഈ കവറിൻ്റെ കളറും ഒരുപോലെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീട്ടിനകത്ത് കയറിയിട്ട് നടന്ന് പുറത്തോട്ടിറങ്ങിയ സമയത്ത് എൻ്റെ കാലിൻ്റെ മുകളിൽ പതിച്ചപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടി. അപ്പം എങ്ങനെ നോക്കിയാലും ഇത് നമുക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റൂല. കണ്ട, മൊത്തവും പൊടിഞ്ഞു പോയി. എങ്ങനെ നോക്കിയാലും നമുക്കിതിനെ തിരിച്ചെടുത്ത് വയ്ക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഇത്രയും ദിവസം ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നതാണ്, മനസ്സിലായില്ലേ? എല്ലാവരും ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, മനസ്സിലായില്ലേ? ടാറ്റ. ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി, മനസ്സിലായില്ലേ? സാധനം എനിക്ക് കിട്ടാനില്ല. നമ്മൾ തികയാതെ വന്നപ്പോൾ വീണ്ടും പോയി പറക്കുക. ആറ്റിൻ്റെ കരയിലും ഡാമിൻ്റെ കരയിലും കണ്ട കുളത്തിൻ്റെ കരയിലൊക്കെ പോയി നോക്കിയിട്ട് 1-2 വെച്ച് പറക്കേണ്ടി വന്നിട്ട് ഉണ്ടാക്കി തീർത്തൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയുള്ളൂ. 5 മിനിറ്റ് ആയപ്പോൾ തവിട് പൊടിയായിപ്പോയി. അതായത് നമ്മളെ വീട്ടിൽ വെച്ച് പൊട്ടിപ്പോയി ഇറങ്ങിയ സമയത്ത് അപ്പം അതിൻ്റെ വിഷമത്തിൽ അതിൻ്റെ ഷോക്കിലിരിക്കരുത്. ഈ കാണുന്ന ഷോക്കിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടിയിട്ട് കാണുന്നാല് ഭയങ്കര വിഷമമാണ്, വല്ലാത്ത വിഷമം. പൊറോട്ടയും ബീഫും ഇല്ലേ, ഒരു രക്ഷയില്ല, കിട്ടുന്ന സാധനം. എങ്ങനുണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിന് കിട്ടി. മഴ പെയ്യുന്നു, അത് നല്ല ചൂട്, രണ്ടും ചൂട്, കറിയും ചൂട്, പൊറോട്ടയും ചൂട്. ഒരു രക്ഷയില്ല. നീ കഴിക്കണ്ട, കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോ നമ്മൾ ഇടണ്ടെന്ന് വിചാരിച്ചായിരുന്നു. കാരണം അതിൽ വലിയ കണ്ടന്റ് ഒന്നുമില്ല, ഒരു ചുമ്മാ ഒരു സംഭവം ഉണ്ടാക്കിയാണ് ഇടണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ 5-6 ദിവസം മെനക്കെട്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ടില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. വിഷമം കൊണ്ട മഴ